ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 7 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതിനെ ഒന്ന് സ്ലൈസായി ഒന്ന് അരിഞ്ഞെടുക്കുക. കൂടുതൽ കനം പാടില്ല, ഇതുപോലെ ഒന്ന് ഈ കനത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുക. ഈ അരിഞ്ഞെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുക. ഇതുപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തൊക്കെ ഈ ബൗളിലേക്ക് മാറ്റിയ ശേഷം ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. ഒരു 2-3 തവണ ഇതിൻ്റെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറ പോകുന്നവരെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഹാഫ് വേവ്, ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എല്ലാം അവിടെ ഒന്ന് തിള വരുമ്പോൾ ഒരു ഹാഫ് വേവ് വെന്താൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഈ കോരി മാറ്റിയ ഈ ഉരുളക്കിഴങ്ങ് ഇതൊന്ന് ആറുന്ന വരെ നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് അത് നന്നായി ഒന്ന് വെള്ളം പോകുന്ന വരെ എല്ലാം അവിടെ ഒന്ന് ഒപ്പിയെടുക്കാനുണ്ട്. വെള്ളമൊന്നും പാടില്ല നമ്മൾ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ. ഇതുപോലെ എല്ലാം അവിടെ ഒന്ന് ഒപ്പിയെടുക്കുക. ഒരു ടിഷ്യൂ പേപ്പറോ ഒന്ന് നല്ല വൃത്തിയുള്ള തുണിയോ എടുത്തിട്ട് ഇതെല്ലാം വെള്ളം ഒന്ന് കളയുന്നവരെ ഒപ്പിയെടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അത് എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം, സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. കൂടുതൽ തീയായി കഴിഞ്ഞ് അത് കരിഞ്ഞു പോകും, കളറ് മാറിപ്പോവും. കളറൊന്നും മാറാൻ പാടില്ല. ഇതുപോലെ ആവുമ്പോൾ, ഈ കളറാകുമ്പോൾ ഒന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി രണ്ടാമത്തെ ട്രിപ്പ് കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഇനി രണ്ടാമത്തെ ട്രിപ്പാണ് ഇത് വറുക്കാൻ പോകുന്നത്. 2 ട്രിപ്പ് ഈ ഫ്രഞ്ച് ഫ്രൈ ഒന്ന് വറുത്തെടുക്കണം. ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി. എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഉരുളക്കിഴങ്ങിൽ ഉപ്പും കുരുമുളകും മുളകൊക്കെ നന്നായി പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂട്ടോടെ തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിലുള്ള ഫ്രഞ്ച് ഫ്രൈ ആണ്. വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ KFC ചിക്കനൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രഞ്ച് ഫ്രൈ കിട്ടുമല്ലോ, അതേപോലെ നല്ല രുചികരമായിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, ഹാപ്പി ആയിരിക്കുക. എല്ലാവർക്കും ബൈ.